Hi friends, welcome to Garam Masala, the magic spices of cooking. Chicken biryani in pressure cooker. വളരെ പെട്ടെന്ന് ടേസ്റ്റിയായി ഒരു ചിക്കൻ ബിരിയാണി പ്രഷർ കുക്കർ ഉപയോഗിച്ച് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ട ചേരുവകൾ: ബസ്മതി റൈസ് 1/2 കിലോ, ചിക്കൻ 3/4 കിലോ മുതൽ 1 കിലോ വരെ, സവാള 3 കപ്പ്, പച്ചമുളക് 2 എണ്ണം, ഇഞ്ചി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, തക്കാളി 1 കപ്പ്, മല്ലിയില 3 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്തത്, പുതിന ഇല 3 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്തത്, ലെമൺ ജ്യൂസ് 1 ടീസ്പൂൺ, റോസ് വാട്ടർ 1 ടീസ്പൂൺ, നെയ്യ് 2 ടേബിൾ സ്പൂൺ, എണ്ണ 3 ടേബിൾ സ്പൂൺ, വെള്ളം 3.5 കപ്പ്, ഉപ്പ്, പട്ട 3 ഇഞ്ച് നീളമുള്ള ഒരു പീസ്, ഏലക്ക 5 മുതൽ 6 എണ്ണം വരെ, ഗ്രാമ്പൂ 5 മുതൽ 6 എണ്ണം വരെ, ബേ ലീവ്സ് 2 എണ്ണം, വലിയ ജീരകം 1 ടീസ്പൂൺ, കാഷ്യൂ നട്ട്സ് ആൻഡ് റൈസിൻസ് 50 ഗ്രാം വീതം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ട ചേരുവകൾ: ലെമൺ ജ്യൂസ് 1 ടീസ്പൂൺ, ഇഞ്ചി പേസ്റ്റ് 1 ടീസ്പൂൺ, വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, മല്ലിയില 1/4 കപ്പ്, പുതിന ഇല 1/4 കപ്പ്. ആദ്യം നമുക്ക് ചിക്കനെ മാരിനേറ്റ് ചെയ്തെടുക്കാം. ചിക്കനിലോട്ട് ലെമൺ ജ്യൂസ്, ഉപ്പ്, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിയില, പുതിന ഇല ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിനെ കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് ബിരിയാണി തയ്യാറാക്കാം. ചൂടായ കുക്കറിലോട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കണം. ഇനി ഇതിലോട്ട് കാഷ്യൂ നട്ട്സ് ചേർത്ത് റോസ്റ്റ് ചെയ്യാം. അടുത്തതായി റൈസിൻസ് കൂടെ ചേർത്ത് കൊടുക്കണം. റോസ്റ്റ് ആയതിനു ശേഷം നമുക്കിതിനെ കുക്കറിൽ നിന്ന് മാറ്റാം. അടുത്തതായി 1.5 കപ്പ് സവാള ഫ്രൈ ചെയ്തെടുക്കണം. ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ബാക്കി വന്ന എണ്ണയിലോട്ട് നമുക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അതായത് പട്ട, ഏലക്ക, ഗ്രാമ്പൂ, ബേ ലീവ്സ്, വലിയ ജീരകം. ഇനി ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ കൂടെ ചേർത്ത് ഒന്നുകൂടെ റോസ്റ്റ് ചെയ്യാം. ഇനി ഇതിലോട്ട് ബാക്കി വന്നിട്ടുള്ള സവാള, ഒരല്പം ഉപ്പ് ഇവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ട്രാൻസ്പാരന്റ് ആയി വരുന്നത് വരെ ഇതിനെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയെ ഒന്ന് മാഷ് ചെയ്തെടുക്കണം. നമ്മുടെ തക്കാളി മാഷായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചിക്കനും മസാലയും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് 3.5 കപ്പ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി ബസ്മതി റൈസ് കഴുകി വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ മസാല തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലോട്ട് റൈസ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലായി നമുക്ക് മല്ലിയില, പുതിന ഇല, ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയുടെ പകുതി ഭാഗം, ലെമൺ ജ്യൂസ്, ഇതിന് പകരമായി 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്താലും മതിയാവും, റോസ് വാട്ടർ, നെയ്യ് ഇവ ചേർത്ത് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഒരു വിസിൽ പോയതിനു ശേഷം കുക്കറിൻ്റെ അകത്ത് സ്റ്റീം ഫില്ലാകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സ്റ്റീം പോയതിനു ശേഷം നമുക്ക് കുക്കർ തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. നല്ല ചൂടോടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ റൈസ് ഉടയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡെല്ലാം നമുക്കൊരു സ്പാച്ചില ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ നമുക്ക് ഒരു ലാർജ് സെർവിങ് ഡിഷിലോട്ട് ഫ്ലിപ്പ് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് റൈസും ചിക്കനും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ബാക്കി വന്നിട്ടുള്ള ഫ്രൈഡ് കാഷ്യൂ നട്ട്സ്, റൈസൻസ്, സവാള ഇവ കൊണ്ട് നമുക്ക് ഈ ബിരിയാണിയെ ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഡെലീഷ്യസ് പ്രഷർ കുക്കർ ചിക്കൻ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ റൈത്ത, പിക്കിൾ ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.